ഹലോ എവറി വൺ, വെൽക്കം ടു ലേൺ വിത്ത് അനാമിക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഡിസംബർ 1 ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൻ്റെ എക്സാം വരികയാണ്. അപ്പം അതിൽ പാർട്ട് സിയിൽ വരുന്ന മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ് പ്രോബ്ലംസ് വരിക എന്നതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾ മസ്റ്റായിട്ടും വായിച്ചത് നിങ്ങളെ എക്സാമിന് അത് നല്ലതുപോലെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ പാർട്ട് സിയിൽ, അതായത് വെയിറ്റേജ്, അഞ്ച് വെയിറ്റേജിന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ, റിഗ്രഷൻ ഇക്വേഷൻ മസ്റ്റാണ്. റിഗ്രഷനും കോറിലേഷനും മസ്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് നമ്മൾ ആദ്യം പഠിക്കേണ്ട ചാപ്റ്ററാണ് റിഗ്രഷനും കോറിലേഷനും. ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ റിഗ്രഷനും കോറിലേഷനുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത്. അടുത്തതാണ് കൈ സ്ക്വയർ, പിന്നെ അനോവ, സെറ്റ് ടെസ്റ്റ്, പിന്നെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, അതിൻ്റെ പ്രോപ്പർട്ടീസ്, പിന്നെ ബൈനോമിയൽ പോയിസൺ. ഇതൊക്കെ നമ്മൾ എസ്സേക്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ഇയർ പേപ്പർ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കും ഈ ക്വസ്റ്റ്യൻസൊക്കെ എല്ലാ പ്രാവശ്യം വന്നിട്ടുണ്ട്. അതായത് 3 പ്രോബ്ലംസും ഒരു തിയറിയാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കിൽ എസ്സേ പാർട്ടിൽ ചോദിക്കുന്നത്. പിന്നെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫിറ്റിങ്സ്, പിന്നെ എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് ടൂൾസ് ഫോർ അനലൈസിങ് ദ അവൈലബിൾ ഇൻ SPS. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കണം. അടുത്തത് നമുക്ക് ഈ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൽ ഒരുപാട് പ്രോബ്ലംസ് വരുന്നത്. അപ്പോൾ ഏതൊക്കെ പ്രോബ്ലംസാണ് ഈ QTയിൽ വരുന്നത്, അത് എത്രയൊക്കെ വെയിറ്റേജിന് വരും എന്നുള്ളതും കൂടെ നമുക്ക് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് കൈ സ്ക്വയർ ടെസ്റ്റ് 5 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും വെയിറ്റേജിൽ ഈ കൈ സ്ക്വയർ ടെസ്റ്റ് പ്രീവിയസ് ഇയറിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ അനോവ 5 മാർക്കിൻ്റെ എസ്സേ ക്വസ്റ്റ്യനിൽ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. 2 വെയിറ്റേജിനും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. പിന്നെ സൈൻ ടെസ്റ്റ്, 2 സാമ്പിൾ സൈൻ ടെസ്റ്റ്, റാങ്ക് സം ടെസ്റ്റ്, ഇതൊക്കെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കിലെ പ്രോബ്ലംസ് ആണ്. പിന്നെ എഫ് ടെസ്റ്റ് ഉണ്ട്, റൺ ടെസ്റ്റ് ഉണ്ട്, പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ 3 വെയിറ്റേജിന് ചോദിച്ചിട്ടുണ്ട്. നോർമൽ ഡിസ്ട്രിബ്യൂഷനും 3 വെയിറ്റേജിന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ കോറിലേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. 5 വെയിറ്റേജിനും 3 വെയിറ്റേജിനും ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 5 വെയിറ്റേജിനും 3 വെയിറ്റേജിനും കോറിലേഷൻ ഉണ്ടായിരുന്നു. പിന്നെ പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ, റിഗ്രഷൻ 5 വെയിറ്റേജ്, 2 വെയിറ്റേജ്, 3 വെയിറ്റേജിനും ചോദിക്കാറുള്ള ഒരു പാർട്ടാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. പിന്നെ അടുത്തതാണ് സെറ്റ് ടെസ്റ്റ്, ടി ടെസ്റ്റ്. സെറ്റ് ടെസ്റ്റ് 5 വെയിറ്റേജിനും 2 വെയിറ്റേജിനും 3 വെയിറ്റേജിനും ചോദിക്കാറുണ്ട്. പിന്നെ ടി ടെസ്റ്റ്, റാങ്ക് കോറിലേഷൻ 3 വെയിറ്റേജിന് വരാറുണ്ട്. ബൈനോമിയൽ 3 വെയിറ്റേജിന് വരാറുണ്ട്. പാരാമെട്രിക് ഓർ നോൺ പാരാമെട്രിക് 3 വെയിറ്റേജിന് വരാറുണ്ട്. പിന്നെ പ്രോബബിൾ എററാണ്. പിന്നെ എച്ച് ടെസ്റ്റ്, റാങ്ക് സം ടെസ്റ്റ് ഒക്കെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കിൽ ഫസ്റ്റ് സെമ്മിൽ ഉള്ള പ്രോബ്ലം. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും പ്രോബ്ലംസിലൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.